ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. തട്ടുകടകളിൽ കിട്ടുന്ന കൊള്ളിയും മുട്ടയും അല്ലെങ്കിൽ കപ്പയും മുട്ടയും എന്ന് പറയും. കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വൈകിട്ടൊരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ, സൂപ്പറാണേ. അപ്പോൾ ഞാനൊരു 1/4 കിലോയോളം കപ്പ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് വേവുന്ന നല്ല മാവ് പോലെ വേവുന്ന കപ്പയുണ്ടല്ലോ, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചില കപ്പ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പം ഇങ്ങനെ കല്ലിച്ച് കിടക്കത്തില്ലേ, അതെടുത്താൽ കൊള്ളത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് സ്മൂത്ത് ആവേണ്ട, കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കണം. ഇനി ഇതിനകത്ത് ചേർക്കാനായിട്ടൊരു 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കറക്റ്റ് ഒരു അളവൊന്നും നോക്കണ്ട. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഇത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം, ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം തീരെ കുഞ്ഞു കുഞ്ഞു പീസായി കഴിഞ്ഞാൽ കപ്പയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ നമുക്ക് കഴിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഇച്ചിരി വലിയ വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവോള അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്നും ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. സവോളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ ഉള്ളത് നല്ലതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ഇട്ടു. പൊടികളുടെയൊക്കെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവേ, എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് ആദ്യം ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊരു എരിവ് വേണം കേട്ടോ, തീരെ മസാല കുറഞ്ഞു പോകരുത്. ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. പച്ചമുളകൊക്കെ ആവശ്യത്തിന് തന്നെ ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. പിന്നെ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചൊരു സ്പൂൺ വെച്ച് ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസും സവോള അരിഞ്ഞതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ലാസ്റ്റ് അത് കൂട്ടി കഴിക്കാൻ ചില തട്ടുകടകളിൽ സോസ് കിട്ടും, പക്ഷെ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. കുറച്ച് സവോള അരിഞ്ഞതും സൂപ്പറാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ.